വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ വജൈനൽ ഭാഗത്ത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. മെജോറിറ്റി സ്ത്രീകൾക്കും ഈ ഒരു ലക്ഷണം ഉണ്ടാകാറുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് വരെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ പലർക്കും ഇത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ് എടുക്കാവുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ടിന് മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുക. ശേഷം വീണ്ടും ചാനൽ കയറിയതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫോണിൽ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് പോയിക്കോളും. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈസ് മെസ്സേജിൽ ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും വളരെ കുഞ്ഞതായിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടായിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ബ്ലീഡിങ് നിന്നതിന് ശേഷവും പ്രഗ്നൻസി ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ കാർഡ് മേടിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജെനിറ്റൽ ഭാഗത്ത് ടൈറ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് പോകുന്നത് പോലെ അല്ലെങ്കിൽ വലിയുന്നത് പോലുള്ള ഒരു കണ്ടീഷനൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും ഇത് ഉണ്ടാകുന്നതിന് എങ്ങനെ പ്രഗ്നൻസി ആണെന്ന് 100% നമുക്ക് കൺഫേം ചെയ്യാം എന്നും ലാസ്റ്റ് പറയുന്നുണ്ട്. മുഴുവനായിട്ട് കേട്ട് നോക്കുക കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് ഹോർമോൺ ഫ്ലക്ച്വേഷൻ കൊണ്ടാണ്. റിലാക്സിൻ ഹോർമോണും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ് ഈ ഒരു കണ്ടീഷന് കാരണം. റിലാക്സിൻ അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഇതുമൂലം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗിൻ്റെ ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കാനും അതുപോലെ യൂട്രസിൻ്റെ എക്സ്പാൻഷനും ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യുന്നതിനും ഏർലി കോൺട്രാക്ഷൻ, അതായത് യൂട്രസ് കുഞ്ഞിനെ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് റിലാക്സിൻ ഹോർമോൺ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമൂലം മസിൽസിനും ലിഗമെന്റ്സിനും ഒക്കെ ഒരു കോൺട്രാക്ഷൻ പോലെ അല്ലെങ്കിൽ വേദന പോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് വജൈനയുടെ ഭാഗത്തും നിങ്ങൾക്ക് ഇതുപോലെ വലിച്ചിലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇത് അനുഭവപ്പെടാം കേട്ടോ. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക്. വജൈനൽ ഡ്രൈനസ് പലർക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നത് മൂലം ഉണ്ടാകാറുണ്ട്. ഈ ഡ്രൈനസ് കൂടി വരുമ്പോഴേക്കും അത് ടൈറ്റ്നെസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു സെൻസേഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. കൂടുതലും ഡ്രൈനസ് ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ് ഈ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അതല്ലാത്ത സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയുടെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പെൽവിക്കിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ് കേട്ടോ. ബ്ലഡ് ഫ്ലോ ഏകദേശം ഒരു 50% വരെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടാറുണ്ട്. ഇതുകൊണ്ട് വജൈനൽ ടിഷ്യൂസ് ഒക്കെ കൂടുതൽ സ്വെല്ലിംഗ് ആവുകയോ അല്ലെങ്കിൽ ഫുൾ ആകുന്നത് പോലെയുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വജൈനൽ പോർഷൻ ഹെവിയോ ടൈറ്റോ ആകുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷനും, അതായത് നമുക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ. കട്ടിയായിട്ട് ഡിസ്ചാർജ് പോവുക, ചൊറിച്ചിലുണ്ടാവുക, പുകച്ചിലുണ്ടാവുക, ഇതൊക്കെയാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ. ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതുമൂലം നിങ്ങൾക്ക് ഈ ടൈറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു കാരണമാണ് ഡൈജഷൻ സ്ലോ ആവുന്നത്. ബ്ലോട്ടിങ്ങോ ഗ്യാസോ കോൺസ്റ്റിപ്പേഷനോ ഉണ്ടാകുന്നത് മൂലം ഇന്റേണൽ പ്രഷർ നേരെ താഴേക്ക് വരികയും ഇത് വജൈനയിൽ നമ്മുടെ റെക്ടൽ ഏരിയയിലും കൂടി എത്തുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതുമൂലവും നിങ്ങൾക്ക് സംഭവിക്കാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് യൂട്രസിൻ്റെ എക്സ്പാൻഷൻ. ലോവർ അബ്ഡമൻ പോർഷനിലോട്ടും പെൽവിക് ഏരിയയിലോട്ടും നന്നായിട്ട് രക്തയോട്ടം കൂടുന്നതും ഇത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതും കീഴ്പോട്ടേക്കുള്ള ശരീര അവയവത്തിലോട്ടും പ്രഷർ കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുമൂലവും നിങ്ങൾക്ക് സംഭവിക്കാം. അടുത്തൊരു കണ്ടീഷനാണ് റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഈ റൗണ്ട് ലിഗമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്രസിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ എക്സ്പാൻഷനിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, വലിയാനായിട്ടൊക്കെ യൂട്രസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ആവുന്നത് കൊണ്ട് നമുക്ക് അതുപോലെയുള്ളൊരു കണ്ടീഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് വജൈനൽ ഭാഗത്ത് ടൈറ്റ് പോലെയും അതുപോലെ വലിയുന്നത് പോലെയും ഒക്കെ ഫീൽ ചെയ്യുന്നത്.
ഇനി ഈ കണ്ടീഷൻ എപ്പോഴൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഏറ്റവും ആദ്യം ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം എത്രത്തോളം നിങ്ങൾ ഫോർപ്ലേ നടത്തി കഴിഞ്ഞാലും അകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിൽ ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. കയറി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഭയങ്കര ഡിസ്കംഫേർട്ട് ഹസ്ബൻഡിനും ഉണ്ടാക്കുന്നു. കാരണം ഇതങ്ങോട്ട് ലൂബ്രിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ടു പേർക്കും. അങ്ങനെ ഒരു രീതിക്ക് നിങ്ങൾക്കിത് ഏറ്റവും ആദ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലവർക്ക് കോണ്ടാക്ട് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് വജൈനൽ ഭാഗത്ത് പുകച്ചിൽ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റുന്നത് പോലെ, മുറിവ് നമ്മൾ നോക്കുമ്പോൾ മുറിവുണ്ടാവില്ല, പക്ഷെ ഒരു മുറിവ് പറ്റുന്നത് പോലെയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു നീറ്റൽ പോലെയോ ഒക്കെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇത് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ, നമ്മൾ യൂറിനേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കുറച്ചുള്ള സിറ്റുവേഷനിൽ ഭയങ്കര ഡ്രൈ പോലെ അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒന്ന് വലിയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ലാബിയ പോർഷനിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഷാർപ്പായിട്ട് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് നോക്കണം. അതുപോലെ മാലാസന പോലുള്ള വർക്കൗട്ട്സ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. വജൈനൽ പോർഷൻ ഒരുപാട് ടൈറ്റ് ആവുന്നത് മൂലം അവിടെ ഡിസ്കംഫേർട്ട് ലൂബ്രിക്കേഷനും ഒക്കെ കുറയുന്നത് മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ചൊറിച്ചിലോ മറ്റുള്ള എന്തെങ്കിലും കണ്ടീഷൻസോ ഇൻഫെക്ഷൻസ് പോലെയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നോർമലി വജൈനയുടെ pH ബാലൻസും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് റെക്കറന്റ് ആയിട്ട് സംഭവിക്കാം. ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുകയും ആന്റിബയോട്ടിക്കും അതുപോലെ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയും ശ്രദ്ധിക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നത് UTI പോലുള്ള കണ്ടീഷൻ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കിഡ്നിയിലോട്ടും അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കത്തിലേ നിങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് എന്തെല്ലാം റെമഡീസിലൂടെ ഇത് മാറ്റാമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മലാസന എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് രക്തയോട്ടം നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ട് കീഴ്പോട്ടേക്കുള്ള അവയവങ്ങളിലോട്ടും എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ നന്നായിട്ട് വെള്ളം മലാസന എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കണം. ദിവസേന ഒരു 10 to 15 മിനിറ്റ്സ് രാവിലെയും രാത്രിയും 2 തവണ ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാം ബാത്ത് എടുക്കാനായിട്ട് നോക്കുക. ശരീരം ഒന്ന് റീഫ്രഷ് ആവുന്നതിന് സഹായിക്കും വാം ബാത്ത് എടുക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളമല്ല, ഒരുപാട് തണുപ്പ് വെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഒരു വെള്ളം എടുത്തിട്ട് മേത്തൊക്കെ ഒഴിച്ച് ഒന്ന് റിലാക്സ് ആകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ടൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പയ്യെ ഒരു കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന്റെ സൈഡ് ഭാഗം, ഉള്ളിലോട്ടല്ലാട്ടോ, നമ്മുടെ തൊടയിടുക്കിനുള്ള ഭാഗമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങളുടെ വജൈനൽ പോർഷനിലാണെങ്കിലും ടൈറ്റ്നസ് ഫീൽ ചെയ്യുമ്പോൾ മസാജിങ് ഉണ്ടാവും. നിങ്ങൾ പയ്യെ കൈ വെച്ചിട്ട് അവിടേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് മാറുന്നില്ലെങ്കിൽ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.